കൊള്ളാല്ലേ? നമുക്കെന്നാ ഇത് നേരെ അങ്ങ് പോവല്ലേ മീറ്റിംഗ്? നോക്കാം. ലിയോ മിണ്ടാണ്ടിരിക്കാൻ പറ്റത്തില്ല, അവൻ മറ്റേ കേറി കളിച്ചിട്ടേ സംസാരിക്കും. മാലിക്ക് കമോൺ കമോൺ. സാഗര മിണ്ടാണ്ടിരിക്കടാ. അവര് കളിക്കട്ടെ, നീ പറഞ്ഞു കൊടുക്കണ്ട. ഡൗൺ ആവണെങ്കിൽ ഡൗൺ ആയിക്കോട്ടെ, പ്രശ്നമില്ല. മാലിക്കിന്റെ കോളിയൊക്കെയാണ്. ഇവർക്ക് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ പേരെ. അവന്മാരൊന്നും നോക്കുന്നു. അവന്മാര് എടാ കൊണക്കാനൊന്നും നിക്കില്ലടാ, അവര് ആള് കുറവാ. അപ്പൊ പിന്നെ അങ്ങനെ നിൽക്കണ്ട. വണ്ടി എവിടെ നിന്നായിരുന്നു കിട്ടിയേ? അമ്മായി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, കൊന്നിട്ട് എടുത്തോണ്ട് ഈ സിറ്റുവേഷൻ എന്താണെന്ന് പറയാവോ? ഈ സിറ്റുവേഷൻ മറ്റേ നിങ്ങളുടെ ഗാങ് ഹൗസിന്റെ അവിടെ ഒരു ഗരാജ് ഇല്ലേ? ഗരാജിന്റെ അവിടെ ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്ക് ഒരു പുള്ളി വന്നിട്ട് ചുമ്മാ ഇങ്ങോട്ട് പറഞ്ഞ്, അല്ലല്ല നിങ്ങളല്ല, അത് വേറെ ഒരാളാ. അല്ലല്ല, അത് വേറൊരാളാണ്. അപ്പൊ ആ പുള്ളിയായിട്ട് ഇങ്ങനെ സംസാരിച്ച് പുള്ളി ഇങ്ങോട്ട് ചുമ്മാ റോങ് ആയിക്കൊണ്ടിരുന്നത്. അപ്പം തിരിച്ച് പറഞ്ഞോണ്ടിരുന്നിട്ട് ഞാൻ തോക്കെടുത്ത് പുള്ളിക്ക് വാണിഫയർ വെച്ചപ്പോഴാണ് നിങ്ങളുടെ ആൾക്കാരോടെ വന്നിട്ട് പുള്ളിയുടെ അടുത്ത് ലിഫ്റ്റ് ചോദിച്ചെന്നാ പറഞ്ഞത്. ഞാൻ കേട്ടില്ല പുള്ളിയുടെ അടുത്ത് ലിഫ്റ്റ് ചോദിക്കണത്. അപ്പൊ ഞാൻ വിചാരിച്ച് അപ്പോഴത്തേക്ക് ഇവൻ ആ പുള്ളിക്കാരൻ എന്റെ അടുത്ത് പറഞ്ഞ് എന്റെ ആൾക്കാർ വന്ന് ഇനി നിനക്ക് വല്ല പറയണോ എന്റെ അടുത്ത് ചോദിച്ചു. മനസ്സിലായ? അപ്പൊ ഞാൻ വിചാരിച്ച് നിങ്ങളെ അവന്റെ കൂടെ ഉള്ളാന്ന് വിചാരിച്ചു. അങ്ങനെ പറഞ്ഞല്ലേ? അപ്പഴാ ഗണ്ണയം ചെയ്തത്. എന്നിട്ട് നിങ്ങള് ആരാ ഉണ്ടായിരുന്ന അവരുടെ അടുത്ത് ഗ്യാങ് പറഞ്ഞപ്പോഴത്തേക്ക് ഗ്യാങ് ആണ്, പക്ഷെ പേര് പറയാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞു ഗ്യാങ്ങിന്റെ പേര്. എന്നിട്ട് ഇനിയോണ് കണ്ണെടുത്ത് അകത്ത് വെച്ച് എന്റെ കയ്യിൽ കണ്ണുണ്ടായിരുന്നു. കണ്ണ് പിന്നെ അപ്പോഴേ കണ്ണിരിപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എന്നെ അടിച്ചു കൊന്നു. ഇല്ലില്ല ബ്രോ, അടിച്ചിട്ട് മറ്റേ ഗണ്ണേം ഏതേലും സോറി പറയാൻ പറഞ്ഞപ്പോ നിങ്ങൾ താല്പര്യമില്ല എന്താന്ന് വെച്ചാൽ ചെയ്യുന്നൊക്കെ പറഞ്ഞ ഓർമ്മയില്ല. നമ്മൾ വിചാരിച്ച് അപ്പോഴത്തേക്ക് വേറെ ആൾക്കാരായിരിക്കും, അതാണ് സംഭവം ഉണ്ടായത്. അപ്പോഴേ പറഞ്ഞില്ലായിരുന്നു ഗ്യാങ് പറഞ്ഞില്ല. അപ്പോഴേ ഗ്യാങ് ആണോ എന്നാ നമുക്ക് അറിയത്തില്ല, അത് പറയത്തില്ല. ഗ്യാങ് ആണെന്ന് പറഞ്ഞു, പക്ഷെ പേര് പറഞ്ഞില്ല. പിന്നെ ഇത് ഇങ്ങനെ ആയി തീർന്ന എങ്ങനെയാ? മറ്റേ നിങ്ങൾ ആരെങ്കിലും റേഡിയോയിൽ കയറി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്താ അതെനിക്കറിയത്തില്ല, എന്തോ പറഞ്ഞായിരുന്നു. എന്താണ് പറഞ്ഞ റേഡിയോയില്? എന്തൊക്കെയും മറ്റേ പച്ച ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല താളായിരുന്നു. ഫ്രോസ്റ്റോ അങ്ങനെന്തോ അങ്ങനെ കൊണ്ടോ? ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? അവൻ നമ്മുടെ ഗാങ്ങിനെയൊക്കെ മെൻഷൻ ആക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഫ്രോസ്റ്റ് അങ്ങനെ ആരുമില്ലല്ലോ. അല്ല എഫിനെ കൊണ്ട് തുടങ്ങുന്ന ആരും അങ്ങനെ ആരും ആണ് എഫിനെ കൊണ്ട് തുടങ്ങും. നമ്മള് റേഡിയോക്കത്തില്ലായിരുന്നു, ബാക്കിയുള്ളവരെ അറിയാം. ഓക്കെ, എന്തായാലും നടന്നു. എപ്പോ വിളിക്കും? ഒരു 16 മിനിറ്റ്. 16 15 കൂടുതൽ. ഒരു 11:50 വിളിക്കാം. ഡിലേ ആവല്ലോ. പഞ്ചായത്ത് മസ്റ്റാണ്. നിങ്ങളെ വിളിച്ചു പറഞ്ഞേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ. റേഡിയോ ഇട്ടാ മതി, ഇപ്പൊ എളുപ്പമായല്ലോ. ഓക്കെ. എടാ ഞാൻ പറയട്ടെ കക്കാശിടാ, അങ്ങോട്ട് അഗ്രഷൻ കാണിച്ചേ. ബാബാ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ടോ. ബാ പുഷ് ബാ. നിങ്ങളെവിടെ? നമ്മളെ 2 വണ്ടിയല്ലേ ഉള്ളു, ബാക്കിയുള്ളവർ എവിടെയാടാ?
എടാ അതൊക്കെ അത് വിട്ടിട്ട് വാ അതാ ഇങ്ങോട്ട് വാ ബാക്കിയുള്ള എല്ലാരും വാ ഇപ്പൊ നിങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നൊക്കെ വിട്ടിട്ട് വാ അതാ ഈ വണ്ടിയൊക്കെ മറിഞ്ഞെന്ന് തോന്നുന്നു ഒരാൾ ഫ്രണ്ടേ പോയി ഇറങ്ങി അടിച്ചു തന്ന് ഇറങ്ങി ഇപ്പോട്ടോ ഓക്കെ റൈറ്റിലോട്ട് പോ ഓക്കെ നിങ്ങൾ ഫ്രണ്ടിലോട്ട് വാ റബൽ ബിൽഡിങ്ങിന്റെ അങ്ങോട്ട് വാ റബൽ ബിൽഡിങ് റിപ്പയർ ചെയ്യാം ഫ്രണ്ടിലോട്ട് വാ എന്നാ റിപ്പയറിന് അങ്ങോട്ട് വാ ഇവര് കൊണ്ട് കുത്തട്ടെ എവിടെ എടാ അവർ ഇങ്ങോട്ട് എത്തി പുഷ് ചെയ്ത് ഇവിടെ എടാ ഇറങ്ങടാ വിശ്വസിച്ച് ഇറങ്ങടാ എടാ ഇവിടെ വാടാ ബാക്കപ്പ് ഓക്കെ എടാ വാ എല്ലാരും ഇവിടെ വാ കോള് ഇതാവില്ലേ പാനിക് ആവാതെ എല്ലാരും ഇവിടെ കൊണ്ട് കുത്തി വേഗം വാ കണ്ടു അത് ഞാൻ നോക്കിക്കോളാം എടാ ബാക്ക് സൈഡ് ഞാൻ നോക്കിക്കോളാം മാലിക്ക കുത്ര മാലിക്ക വാടാ കുത്ര മാലിക്ക വാ കുത്ത് ക്രൂശില കുത്ത് വാ നൈസ് കുത്ര ബാക്കി ബാക്ക് സൈഡ് ഞാൻ നോക്കിക്കോളാം നിങ്ങൾ കുത്ത് നിങ്ങൾ അതൊന്നും നോക്കണ്ട ബാക്ക് സൈഡ് ഞാൻ നോക്കിക്കോളാം നിങ്ങൾ കുത്തിക്കോ അവൻ കുത്തത്തില്ല എടാ ഈ വണ്ടി നോക്കടാ അടിക്ക് ആ വണ്ടി അടിക്ക് എടാ ഒരുമിച്ച് കളിക്കടാ ഓപ്പണിൽ കയറി പോവാണ്ട് എടാ ഇതെന്താ ഒരടിക്ക് വീണു മലര് തോന്നുന്നു വാറ് ബുഫ് ചെയ്താ തോന്നുന്നത് ലാസ്റ്റ് 1v2 ആ 1v2 ആണോ ഇതാരാ ഈ ഇരിക്കുന്ന ആരാ അത് ലിയോ ഈ ഇരിക്കുന്ന ആരാന്ന് അറിയത്തില്ല എടാ ലിയോ എന്തിനാ താഴെ ചാടിയേ ഇത് 1v3 ലിയോ മാത്രമേ ഉള്ളൂ നാലര് പോയി ഈ ഇരിക്കുന്ന ആള് ചത്തിരിക്കുക ലിയോയ്ക്ക് അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല കുറെ നേരം ഇപ്പൊ ദൈവം വന്നിട്ട് താഴോട്ട് ഇറങ്ങാൻ പറയും ഇവന്മാർക്ക് എന്താ പറ്റി ഇവിടെ ചത്തു എവിടെയാ ബാക്കിൽ ആരും ഇതുണ്ട് ബാക്കിൽ ആരും നോക്കുന്നില്ല ജെഞ്ചി ബാക്ക് ജെന്റെ ബാക്കിൽ നിന്ന് അടിക്കുന്നുണ്ട് ബാക്ക് ആരും നോക്കുന്നില്ല അവര് ബിൽഡിങ്ങിന്റെ മേളിൽ കയറി ഈ ബാക്ക് സ്റ്റാബ് കളിക്കുന്ന ആരും ഇല്ല ഓക്കെ ഉണ്ടായിരുന്നു മാലിക് ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു ഞാൻ ഒരു വണ്ടി ഞാൻ നോക്കുന്നുണ്ടായിരുന്നു അതിനെ കുത്താൻ ഞാൻ സമ്മതിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു ഇവിടെ സ്പ്ലിറ്റ് ആവുന്നുണ്ടോ ഇല്ലല്ലോ ഇത് ഈ ബിൽഡിങ്ങിന്റെ ചുറ്റിന് കിടന്ന് ഓടുന്ന കണ്ട അപ്പൊ ബാക്കിൽ നിൽക്കുന്ന ആരെയും ശ്രദ്ധിക്കുന്നില്ല ബാക്കിൽ ആളുണ്ട് ബാക്കിൽ ആളുണ്ട് അവന്മാര് ബിൽഡിങ്ങിന്റെ അവിടെയും കയറി ബാക്ക് സൈഡിൽ ശ്രദ്ധിച്ചില്ല മൗസ് പോയിന്റർ ഇരിക്കുന്നത് അവിടെ ആളുണ്ട് ഇവര് കാണുന്നില്ല ഇവരിങ്ങനെ കറങ്ങി മൂന്നോ നാലോ പേരുണ്ട് ഓക്കെ അവിടെ 1 HP ഓരോരുത്തന്മാർ അവിടെ നിന്ന് അടിക്കുന്നുണ്ട് അവരെ അടിക്കാതെ മാർലോ ഒന്നും അടിക്കുന്ന പോലും ഇല്ലായിരുന്നു ദൂരെ ഇരിക്കുന്നവരെ അടിക്കുന്നത് അതുപോലെ ഇവൻ ഞാൻ പെട്ടെന്ന് വീണായിരുന്നു ഞാൻ വണ്ടിയുടെ അപ്പുറത്ത് പക്ഷെ പെട്ടെന്ന് വീണു പക്ഷെ ഒരു ഡിങ് വീണ പോലെ PSY KBS Vicious Jet ഒറ്റയ്ക്ക് 1v1 അടിക്കാണ് ഓ ഡൗൺ Vicious Jet down Gen Hari versus
KV PSY. Oh my god, PSY യും ജെൻ ഒരേ ടൈമിൽ ലാസ്റ്റ് ലീവയ്ക്ക് ഒന്നും ചെയ്യില്ല, അവ അതിന്റെ മേളിലിരുന്നു എല്ലാരും കൂടി. എന്നിട്ട് അവനൊരു ഈ ഒരു പിക്ക് എടുത്തു. ആ കണ്ട് നൈസറായ ഇതിട്ടില്ലേ ജിജി ഇട്ടില്ലേ? ഓക്കെ. എന്റെ ഒരു പ്ലെയറും കെവിയുടെ ഇത് നിന്റെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നോ ദൈവം എന്റെ ഒരു പ്ലെയർ അല്ല ബിൽഡിംഗ് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല ലീവരുടെ? എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. ഇട്ടല്ലോ. ഈ അനൗൺസ്മെന്റ് ഒക്കെ വന്ന ഞാൻ കണ്ടില്ല കേട്ടോ, എന്റെ ഒന്നും വന്നില്ല ഇത്. അനൗൺസ്മെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പ്ലെയർ ആണ്. ഈ സമയത്തെ നിന്റെ ബാക്കിൽ ഒരാൾ കുത്തുന്നുണ്ട്. ഇവിടുന്ന് ഒരു ടൗൺ ഈ മൂന്നിലൊരാളെ ഇവൻ എടുക്കുമെന്ന് തോന്നുന്നു. ഒരാളെ അത് ശരി. എന്നാ നീ ഇങ്ങ് താഴെ ഇറങ്ങിയാ മതിയായിരുന്നു അപ്പോഴേ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 1v2 ആയിരുന്നല്ലേ? ഞാൻ എവനെ അടിക്കാൻ വിളിച്ചു, പക്ഷെ ബാക്കിലുള്ളവൻ ഇനി കവർ കിട്ടിയപ്പോഴും ഇവിടെ തള്ളി. കണ്ട എവനെ നല്ല ടാഗ് കൊടുത്ത്. ഇല്ലല്ലോ. ഇല്ല ഹെലിയൊന്നും എടുക്കാൻ നോക്കില്ല. അങ്ങനെ കെവിയുടെ ഓൾ പ്ലെയർ ഓൾ ഡൗൺ ആണെന്ന് തോന്നുന്നു. കെവിയുടെ ഓൾ ഡൗൺ ആണെന്ന് തോന്നുന്നു.